രാഷ്ട്രീയമായിട്ട് അധികമൊന്നുമില്ല. എനിക്ക് മുഖ്യം എന്റെ നാട് നന്നാക്കി എന്നുള്ളതാണ്. മുംബൈ നല്ലതായിട്ട് ബിസിനസ് ഒക്കെ ചെയ്തിരുന്നതെല്ലാം മാറ്റി വെച്ചിട്ട് ബിസിനസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ നാട്ടിൽ വന്ന് 16 മണിക്കൂറൊക്കെ ജോലി ചെയ്താണ് ഇവിടെയൊക്കെ ഈ മാറ്റത്തിൽ തോന്നുന്നത്. പക്ഷെ 2000 കൂടുതൽ ആൾക്കാർക്ക് ഞങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും. ഞാൻ പഠിച്ച 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു സ്കൂള് ലേലം ചെയ്യുന്നത് കണ്ട് അതിനെ ലേലത്തിൽ നിന്ന് രക്ഷിച്ച് സായി കൃഷ്ണ ഒരു സ്കൂള് പകല് പോലും പോകാൻ പേടിക്കുന്ന ഒരു ഒറ്റക്കുന്നായിട്ടുള്ള അടുത്ത് അവിടെ ഒരു സരസ്വതി വിദ്യാലയം ഏറ്റവും കേരളത്തിൽ ഇല്ലാത്ത സ്കൂളെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. എന്തായിരിക്കും ആ വിദ്യാഭ്യാസം, അത് അവിടെ പോയി കാണാൻ സാധിക്കും. എന്റെ അധ്വാനമാണ്, എന്റെ വിഷനാണ്. ഒരു ഹെൽത്തി സ്റ്റുഡൻസിനെ എന്റെ വില്ലേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം. എന്റെ വില്ലേജ് ഡെവലപ്പ് ആയാലേ, അവിടുത്തെ കുട്ടികൾ ഹെൽത്തി ആയിട്ട് പോയാലേ ഈ കേരളം ഹെൽത്തി ആവുള്ളൂ. അങ്ങനെ ഭാരതം ഹെൽത്തി ആവും. മോദിജിയുടെ നമ്മളുടെ ഈ 2047 മിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ വില്ലേജുകളെല്ലാം ഡെവലപ്പ് ആവണം. അങ്ങനെ എന്റെ ചെങ്കൽ വില്ലേജിനെ അഡോപ്റ്റ് ചെയ്ത് 3 കുളങ്ങൾ ഇന്നും ആയാലും മണ്ണുമായിട്ട് കിടക്കുന്ന ഞാൻ പഞ്ചായത്തിൽ പോയി ഞാൻ എനിക്ക് തരാണെങ്കിൽ ഞാനത് ക്ലീൻ ചെയ്ത് സംരക്ഷിക്കാം. അതിന്റെ ചുറ്റും ആൾക്കാർക്ക് നടക്കാനുള്ള കൂടുതൽ ആൾക്കാരും ഡയബറ്റീസും BP ഉള്ള ആൾക്കാരാണ്. വീട്ടിൽ ഇരിക്കുന്നവർക്ക് നടക്കാൻ പോലും സ്ഥലമില്ല. ആ കുളത്തിന്റെ വരമ്പെല്ലാം നമ്മള് അക്വാപഞ്ചർ ടൈലിംഗ് ചെയ്ത് ചെരുപ്പില്ലാതെ നടന്നാൽ കാലത്തും വൈകുന്നേരം ആൾക്കാർക്ക് അസുഖങ്ങളും മാറും. അതൊരു പാർക്ക് ചെയ്തവർക്ക് കാലത്ത് നടക്കാവുന്നവർക്ക് ഫ്രീ ആയിട്ട് ജ്യൂസും വെജിറ്റബിൾ ജ്യൂസും വൈകുന്നേരം ആകുമ്പോൾ ടീ കാഫി എന്തെങ്കിലും സ്നാക്സും ഒക്കെ ശുദ്ധമായ വെള്ളമൊക്കെ കൊടുത്ത് ടോയ്ലറ്റ് സൗകര്യവും ഓപ്പൺ ജിമ്മും ഒക്കെ ചെയ്ത് അവിടെ ഞാൻ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന് പ്രൊപ്പോസൽ കൊടുത്തിരിക്കുകയാണ്. 3 കുളങ്ങളെ ചേർത്ത് വില്ലേജ് ടൂറിസം വേൾഡിലുള്ള ടൂറിസ്റ്റുകളെ എന്റെ വില്ലേജ് കൊണ്ട് കാണിക്കും. ആ വില്ലേജുകളിൽ ഓരോ വീട്ടിനും എന്തെങ്കിലും രീതിയിൽ വരുമാന രീതിയിൽ വരുന്നതായിട്ടുള്ള ഡയറി ഫാമോ പോയട്രി ഫാമോ വെജിറ്റബിൾ ഡെവലപ്മെന്റ്സോ അവർക്ക് അങ്ങോട്ട് ലോൺ കൊടുത്ത് ചെയ്യിച്ച് നമ്മള് മാർക്കറ്റ് റേറ്റിൽ നിന്ന് 10% ജസ്റ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യും. അത് ഓർഗാനിക് ആയിരിക്കും. അത് നമ്മളെ ഹോട്ടലിൽ യൂസ് ചെയ്തതിനു ശേഷം ഒരു മെസ്സേജ് കൊടുക്കും, വില്ലേജ് കാണിച്ചിട്ട് ഈ വില്ലേജിൽ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നതായിട്ടുള്ള ഫുഡെല്ലാം വരുന്നത്, ഇതെല്ലാം ഓർഗാനിക് ആണ്. അങ്ങനെ ടൂറിസം കൊണ്ട് വില്ലേജിന് പ്രയോജനം വരണം. അതുകൊണ്ട് സ്കൂളിനെയും കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. സ്കൂളിൽ കൊണ്ടുപോയി +2 വരെ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ചെങ്കൽ വില്ലേജിൽ ഒരു കുട്ടികളും +2 പഠിക്കാത്ത കുട്ടികൾ കാണില്ല. അതിന്റെ പ്രോമിസാണ്. ആ സ്കൂളില് ഇന്നും 100 കൂടുതൽ കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. എന്റെ സ്കൂളിലായ കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നത്. അപ്പൊ ആ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് നമ്മള് കുട്ടികളെ സ്പോൺസർ പറയും. അവരോട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പൈസ കൊടുക്കുന്നതിനപ്പുറം ഒരു കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്താൽ അതൊരു പുണ്യമാണ്. ഒരു വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞ് അവിടുത്തെ ബാങ്കിൽ നിന്ന് അവരുടെ പേരിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യും. അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും. അങ്ങനെ ചെങ്കൽ വില്ലേജ് ഞാൻ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. +2 പഠിക്കാത്ത ഒരു കുട്ടികളും എന്റെ നാട്ടിൽ കാണില്ല എന്നുള്ളത്.